ടാറ്റ, MG, മഹീന്ദ്ര ഇവരിൽ ആരാണ് ബെസ്റ്റ് പെർഫോമൻസ് ഇത്തവണ നടത്തിയത്? നമുക്ക് നോക്കാം. നമസ്കാരം. 2025 മെയ് മാസത്തിൽ ഇന്ത്യയിലുടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് കാറുകളുടെ ടോപ്പ് 10 സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ. കൂടെ നമുക്ക് ഓരോ കമ്പനികളുടെയും മാർക്കറ്റ് ഷെയറും നോക്കാം. ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ സെയിൽസ് എത്രയാണെന്ന് നോക്കാം. 12,210 ഇലക്ട്രിക് കാറുകളാണ് 2025 മെയ് മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത്. മാസാമാസ വിൽപ്പനയിൽ, അതായത് ഏപ്രിൽ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 6% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ, അതായത് കഴിഞ്ഞ വർഷം മെയ് മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 53% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് 10 ലിസ്റ്റ് നോക്കാം. കിയ ഇന്ത്യയാണ് 10ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 10ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 33 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച കിയയ്ക്ക് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 26 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 21% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. വോൾവോ ആണ് 9ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 9ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 41 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വോൾവോന് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 33 കാറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 19% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.2% ഇവരുടെയും മാർക്കറ്റ് ഷെയർ. കഴിഞ്ഞ തവണ 7ാം സ്ഥാനത്തുണ്ടായിരുന്ന മെഴ്സിഡീസ് ബെൻസ് ഒരു പടി താഴേക്കിറങ്ങി ഇത്തവണത്തെ വിൽപ്പനയിൽ 8ാം സ്ഥാനത്താണുള്ളത്. ഏപ്രിൽ മാസത്തിൽ 86 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മെഴ്സിഡീസ് ബെൻസിന് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 88 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 2.3% വളർച്ച കൈവരിക്കാൻ ബെൻസിന് സാധിച്ചിട്ടുണ്ട്. 0.7% ഇവരുടെ മാർക്കറ്റ് ഷെയർ. PCA ഓട്ടോമൊബൈൽസ് അഥവാ സിട്രോൺ ഒരു പടി മുകളിലേക്ക് കയറി മെയ് മാസത്തെ വിൽപ്പനയിൽ 7ാം സ്ഥാനത്താണുള്ളത്. ഏപ്രിൽ മാസത്തിൽ 51 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച സിട്രോണ് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 123 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 141% വളരെ മികച്ച വളർച്ചയാണ് സിട്രോൺ കൈവരിച്ചിരിക്കുന്നത്. 1% ഇവരുടെ മാർക്കറ്റ് ഷെയർ. BMW ആണ് 6ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 6ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 142 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച BMWന് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 172 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 21% വളർച്ച കൈവരിക്കാൻ BMWന് സാധിച്ചിട്ടുണ്ട്. 1.4% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഇനി നമുക്ക് ടോപ്പ് 5 ലിസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. BYD ആണ് 5ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 5ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 374 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച BYDക്ക് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 493 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 37% മികച്ച വളർച്ച കൈവരിക്കാൻ BYDക്ക് സാധിച്ചിട്ടുണ്ട്. 4% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഹ്യുണ്ടായി ആണ് 4ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 4ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 736 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഹ്യുണ്ടായിക്ക് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 601 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 18% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4.9% ഇവരുടെ മാർക്കറ്റ് ഷെയർ. സത്യം പറയുകയാണെങ്കിൽ മഹീന്ദ്രയുടെ കഴിഞ്ഞ 2 മാസത്തെ കുതിപ്പ് നമ്മൾ കണ്ടപ്പോൾ അടുത്ത കുറച്ച് മാസത്തിനുള്ളിൽ ഇവർ ടാറ്റയെ മറികടക്കുമെന്നാണ് കുറച്ച് പേരെങ്കിലും കരുതിയിട്ടുണ്ടാവുക, അല്ലെ? പക്ഷെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു BE6യും അതുപോലെ തന്നെ XEV9യും ഇറങ്ങിയത് കൊണ്ടാണ് തുടക്കത്തിൽ അത്രയും വിൽപ്പന അവർക്ക് ഉണ്ടായതെന്ന്. പിന്നീട് സെയിൽസ് നല്ല രീതിയിൽ കുറയുമെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവർ പറഞ്ഞത് ശരിയാണെന്നുള്ള രീതിയിലാണ് മഹീന്ദ്രയുടെ വിൽപ്പന ഇത്തവണ താഴോട്ട് പോയിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ 3214 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മഹീന്ദ്രയ്ക്ക് മെയ് മാസത്തിൽ 2605 കാറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മാസാമാസ വിൽപ്പനയിൽ 19% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 21% ഇവരുടെ മാർക്കറ്റ് ഷെയർ. MG മോട്ടോഴ്സ് ആണ് 2ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 2ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 3706 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച MGക്ക് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 3737 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 0.8% വളരെ ചെറിയ രീതിയിലുള്ള വളർച്ചയാണ് MG കൈവരിച്ചിരിക്കുന്നത്. 30% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ടാറ്റ മോട്ടോഴ്സ് ഒരുപാട് കാലമായിട്ട് 1ാം സ്ഥാനത്ത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ 4725 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടാറ്റയ്ക്ക് മെയ് മാസത്തിൽ 4326 കാറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മാസാമാസ വിൽപ്പനയിൽ 8% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 35% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഈ ടാറ്റയെ ഭാവിയിൽ ആർക്കെങ്കിലും വിൽപ്പനയിൽ മറികടക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് മിക്കവാറും ഒരു ചൈനീസ് കമ്പനി ആവാനാണ് സാധ്യത. മിക്കവാറും അത് BYD തന്നെയായിരിക്കും. കാരണം BYDയുടെ പ്രൊഡക്ഷൻ പ്ലാന്റ് ഇന്ത്യയിൽ വരുമെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ BYDയുടെ വണ്ടികൾ ഇന്ത്യയിൽ നല്ല രീതിയിൽ വില കുറച്ച് നൽകാൻ അവർക്ക് സാധിക്കും. അത് ഉറപ്പാണ്. അതിനൊക്കെ ഇനിയും ഒരുപാട് സമയമെടുക്കുമെങ്കിലും ഞാൻ അന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അതേപോലെ മെയ് മാസത്തിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ സെയിൽസ് റിപ്പോർട്ടും നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.